ഹലോ, അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അൺബോക്സിങ് വീഡിയോ ആണ്. ഞാൻ ഒരുപാട് നാളായിട്ട് വാങ്ങണമെന്ന് ആഗ്രഹിച്ച് കാത്തിരുന്ന് വാങ്ങിയ ഒരു ഐറ്റം ആട്ടോ ഇതിനകത്തുള്ളത്. ഞാൻ ആമസോണിൽ നിന്നാണ് വാങ്ങിയിട്ടുള്ളത്. അപ്പോൾ ഇത് വരാൻ വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുമായിരുന്നു. അപ്പോൾ ഒരു കല്യാണത്തിന് പോയിട്ട് തിരിച്ചു വന്നപ്പോഴാണ് ഇത് വെളിയിലിരിക്കുന്നത് കണ്ടത്. അപ്പോൾ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് ഇത് ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ട്. ഞാൻ കുറച്ചുകൂടെ വലിയ ബോക്സാണ് പ്രതീക്ഷിച്ചത്, എന്നാലും സാരമില്ല. ഇത് നമ്മളെ ജെൽ ലൈനറാണ്, എല്ലാവർക്കും അറിയായിരിക്കും. ഞാൻ ഇത് ഫസ്റ്റ് ടൈം ആട്ടോ യൂസ് ആക്കാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ നല്ല എക്സൈറ്റഡ് ആട്ടോ ഇത് യൂസ് ആക്കാൻ വേണ്ടിയിട്ട്. ഭയങ്കര എക്സൈറ്റഡോടുകൂടിയാണ് ഓപ്പൺ ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് ആദ്യം അതിനകത്ത് 2 കുട്ടി ബ്രഷസാണ് കിട്ടിയത്. അതിനുശേഷം നമ്മൾ ജെൽ ലൈനേഴ്സ് ഉണ്ടായിരുന്നു. ഇതിനകത്ത് 2 ബോക്സാണുള്ളത്. ഒന്ന് നമ്മൾ ഐബ്രോ ഫില്ല് ചെയ്ത് കൊടുക്കുന്നത്, പിന്നെ ഒന്ന് നമ്മൾ ജെൽ ലൈനറും. അപ്പോൾ ഇത് നമ്മൾ ഐബ്രോസ് ഫില്ല് ചെയ്ത് കൊടുക്കുന്നതാണ്. പിന്നെ നമ്മൾ സാധാ ജെൽ ലൈനറും ഉണ്ടായിരുന്നു. പിന്നെ ഇതിൻ്റെ കൂടെ കിട്ടിയ ബ്രഷ് എനിക്ക് കുറച്ച് ഡൗട്ട് ഉണ്ടായിരുന്നു, കാരണം ഇതിൻ്റെ ടിപ്പ് ഒട്ടും പോയിൻ്റഡ് അല്ലായിരുന്നു. അപ്പോൾ എനിക്ക് കുറച്ച് ഡൗട്ട് ഉണ്ടായിരുന്നു, ഇതുകൊണ്ട് എഴുതി കൊടുക്കാൻ പറ്റുമോ എന്നൊക്കെ ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കുറേ റിവ്യൂസൊക്കെ നോക്കിയിട്ടാണ് വാങ്ങിയത്. അപ്പോൾ ആ റിവ്യൂസിലൊക്കെ കുറച്ച് പോയിൻ്റഡ് ആയിട്ടുള്ള ബ്രഷസ് ആയിരുന്നു. പക്ഷേ എനിക്ക് കിട്ടിയ ബ്രഷ് ഒട്ടും പോയിൻ്റഡ് അല്ലാത്തതുകൊണ്ട് ആദ്യം കുറച്ച് ഡൗട്ട് ഉണ്ടായിരുന്നു എനിക്കത് എഴുതി കൊടുക്കാൻ പറ്റുമെന്ന്. അതാട്ടോ ഞാൻ നോക്കിയത്. അതിനുശേഷം ഞാൻ എഴുതി കൊടുക്കുന്നുണ്ട്. അപ്പം ആദ്യമായിട്ട് യൂസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ ആദ്യം എഴുതാൻ വേണ്ടിയിട്ടൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പിന്നെ അങ്ങ് ഓക്കെ ആയിട്ടുണ്ട്, നല്ല സ്മൂത്തായിട്ട് എനിക്ക് എഴുതാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ ആദ്യത്തെ ഒരു ബുദ്ധിമുട്ടേ ഉള്ളൂ, പിന്നെ നമുക്ക് നന്നായിട്ട് എഴുതാനൊക്കെ പറ്റുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എഴുതി കൊടുത്തിട്ടുണ്ട്. എനിക്കെന്തായാലും ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്, നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട്. അപ്പം നല്ല ഷൈനിങ് ഉണ്ടായിരുന്നു, നല്ല ഡീപ്പ് ബ്ലാക്ക് കളറാണ്. അപ്പം ഞാൻ അപ്പുറത്തെ കണ്ണിൽ കൂടെ എഴുതി കൊടുക്കുന്നുണ്ട്. എനിക്കൊരുപാട് ഇഷ്ടപ്പെട്ടു. ആദ്യം എഴുതാനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു കേട്ടോ, പിന്നെ അങ്ങ് സെറ്റായിട്ടുണ്ട്, പിന്നെ പെട്ടെന്ന് എഴുതാൻ പറ്റി. എനിക്കൊരുപാട് ഇഷ്ടപ്പെട്ടു, നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. ഞാനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നോക്കുന്നുണ്ടായിരുന്നു. എനിക്കൊരുപാട് ഇഷ്ടപ്പെട്ടു, നല്ല രസമുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യണം കേട്ടോ നിങ്ങളുടെ അഭിപ്രായം. പിന്നീട് ഞാൻ ഐബ്രോസ് ഫില്ല് ചെയ്തെടുക്കാൻ പോകണം. ഞാൻ ഇതുവരെയും പെൻസിലാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഞാൻ ഫസ്റ്റ് ടൈമാണ് ജെൽ യൂസ് ചെയ്യുന്നത്. ഞാൻ ബ്ലാക്ക് പെൻസിലാണ് യൂസ് ചെയ്യുന്നത്. അപ്പം ബ്രൗൺ യൂസ് ചെയ്യാൻ എനിക്കൊരു പേടി ഉണ്ടായിരുന്നു, ദിഗംബരനാകുമോ എന്നുള്ള പേടിയൊക്കെ എനിക്കുണ്ടായിരുന്നു. എന്നാലും ഞാൻ ധൈര്യമൊക്കെ സംഭരിച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം ഇതൊരു ബുദ്ധിമുട്ടുണ്ട്, കാരണം എൻ്റെ ഐബ്രോസ് ഒട്ടും തിക്കല്ല, ഭയങ്കര തിന്നായിട്ടുള്ള ഐബ്രോസാണ്. പിന്നെ ത്രെഡ് ചെയ്തതുകൊണ്ട് തന്നെ അവിടെ ഇവിടെയൊക്കെ ആയിട്ടാണുള്ളത്, ഒരു ഷേപ്പിലല്ലായിരുന്നു ഐബ്രോസ്. അപ്പോൾ ഞാൻ പേടിച്ചിട്ടാണ് എഴുതി കൊടുക്കുന്നത്. അപ്പോൾ ആദ്യമായിട്ട് എഴുതുന്നതുകൊണ്ടൊരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു. പിന്നീട് സെറ്റായി. 2 ഐബ്രോസും ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പം ഫൈനൽ ലുക്ക് എന്തായാലും എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പം നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ എന്തായാലും കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ എനിക്കൊരുപാട് ഇഷ്ടപ്പെട്ടു രണ്ടും. പിന്നെ ഞാൻ ലാസ്റ്റായിട്ട് സ്പൂൾ വെച്ചിട്ടൊന്ന് ഷേപ്പ് കൂടെ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് 2 നല്ലതായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഐലൈനർ എനിക്ക് ഇഷ്ടപ്പെട്ടു, അതിനൊക്കെ ഐബ്രോസ് എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അടിപൊളിയായിട്ട് എനിക്ക് വന്നു. അത്ര ഷേപ്പൊന്നും ഇല്ലെങ്കിൽ പോലും അത്യാവശ്യം ഷേപ്പായിട്ടൊക്കെ എനിക്ക് കിട്ടിയിട്ടുണ്ട്. പിന്നെ എനിക്കൊരു കാര്യം പറയാനുള്ളത്, ഇതൊട്ടും ലോങ് ലാസ്റ്റിംഗ് അല്ല കേട്ടോ. അത് കണക്ക് തന്നെ വാട്ടർ പ്രൂഫും അല്ല, സ്മഡ്ജ് പ്രൂഫും അല്ല. കുറച്ച് ഇത് പടരുന്നുണ്ടായിരുന്നു. പക്ഷേ ഇത് എഴുതിയിട്ടൊക്കെ കാണുന്ന ഡ്രസ്സൊക്കെ ഉണ്ടായിരുന്നു. അപ്പം എന്തായാലും നിങ്ങളെ അഭിപ്രായം എന്തായാലും കമൻറ്റ് ചെയ്യണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഓക്കെ.